എല്ലാവരുടെയും പ്രിയങ്കരനായ മെഗാസ്റ്റാറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയായിരുന്നു. ചിരിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തൊരാൾ, ചിന്തിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തൊരാൾ, കരയിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് നമ്മുടെ എല്ലാവരുടെയും ഇഷ്ടഭാജനമായിരുന്ന പ്രിയപ്പെട്ട സലീം കുമാർ എന്ന സലീമേട്ടനെ സംബന്ധിച്ചായിരുന്നു. നമുക്കറിയാം, അദ്ദേഹം നമുക്ക് ഒരുപാട് ചിരി സമ്മാനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകൾ പലപ്പോഴും നിങ്ങളുടെയൊക്കെ വളരെ കുഞ്ഞുപ്രായത്തിൽ ഇറങ്ങിയ സിനിമകൾ പോലും ഇപ്പോഴും യൂട്യൂബിൽ അതിൻ്റെ ഒരു കഷ്ണം കാണുമ്പോൾ അറിയാതെ കുറച്ച് സെക്കൻഡുകൾ അത് കണ്ടു നിൽക്കുന്നവരാണ് നമ്മൾ. ഇപ്പോഴും ടി വിയിൽ അതിൻ്റെ ഏതെങ്കിലും ദൃശ്യങ്ങൾ കാണുമ്പോൾ അതൊന്ന് എത്തി നോക്കി ചിരിച്ച് കടന്നു പോകുന്നവരാണ് നമ്മൾ. അങ്ങനെ ഒരു നടൻ, ക്യാമറയ്ക്ക് മുമ്പിൽ കല്യാണരാമനിലെ ചിരിയും ആദാമിൻ്റെ മകൻ അബുവിലെ കരച്ചിലും എല്ലാം ഒരുപോലെ അനശ്വരമാക്കിയ ഒരു മഹാനടൻ, ക്യാമറയ്ക്ക് പുറകിൽ ഒരിക്കലും അഭിനയിക്കാൻ അറിയാത്തൊരു പച്ച മനുഷ്യൻ, തൻ്റെ നിലപാടുകളെ അധികാരത്തിൻ്റെ നിറം നോക്കാതെ പറയാൻ കഴിയാവുന്ന ധീരനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനായിരുന്ന ഒരാൾ, അദ്ദേഹം നമ്മളോട് വിട പറഞ്ഞു പോയി. പക്ഷെ ആ ചിരി മായുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇനിയും അദ്ദേഹം നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. പലപ്പോഴും ആ ചിരിക്കൊടുവിൽ ഇനി അദ്ദേഹം ഇല്ലല്ലോ എന്നോർത്ത് ചിലപ്പോൾ നമ്മുടെ കണ്ണുകൾ നിറഞ്ഞെന്നിരിക്കും. ഇനിയും അദ്ദേഹം നമ്മളെ ചിന്തിപ്പിച്ചുകൊണ്ടേയിരിക്കും. മലയാള സിനിമയുടെ ചരിത്രത്തിലും ഒരു മലയാളിയുടെ ചരിത്രത്തിലും ഇത്രയധികം മീമുകളിൽ കഥാപാത്രമായി കടന്നു വന്നിട്ടുള്ള മറ്റൊരാളും സലീം കുമാറിനെ പോലെ ഇല്ല എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. നമ്മുടെ ഏത് അവസ്ഥയും ഇപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മലയാളി ആദ്യം തിരയുന്ന മീമുകളിൽ ഒന്നിൻ്റെ മുഖം ഇപ്പോഴും അത് സലീം കുമാറാണ്. ജനഹൃദയങ്ങളിൽ മരണമില്ലാത്ത കലാകാരൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഈ സംഗമം ആദരാഞ്ജലി അർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്.